നമ്മുടെ റെസിപ്പി റെഡ് വെൽവെറ്റ് കേക്ക് ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക്. അപ്പം നമുക്ക് നമ്മുടെ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിൻ്റെ മുകളിലൊരു അരിപ്പയും വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി നമുക്കൊരു 3 പ്രാവശ്യം അരിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ 1 പ്രാവശ്യം അരിച്ചെടുത്തു. ഇനി ഇതേപോലെ തന്നെ 2 പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മൈദയുടെ മിക്സ് ഞാൻ 3 പ്രാവശ്യം അരിച്ചെടുത്തു. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അതാ ഞാനൊരു മിക്സി ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 1.25 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതാ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വന്നു. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പം 4 മുട്ട ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. അപ്പം നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയിലും ചെയ്യാവുന്നതേ ഉള്ളൂ. മിക്സി ബൗൾ ഉപയോഗിച്ച് നന്നായിട്ട് അടിച്ചെടുത്താലും മതിയാകും. ഇനി നമ്മുടെ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് 1.25 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ചേർത്ത ശേഷം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. മുട്ടയുടെ സ്മെല്ലൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. എസൻസ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചില്ലേ പഞ്ചസാര, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ നോക്കിയാൽ നമ്മുടെ മുട്ടയുടെ മിക്സ് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 50 ഗ്രാം മെൽറ്റ് ചെയ്ത ബട്ടർ ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 3/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഓയിൽ ഒഴിച്ചിട്ട് ഒത്തിരി നേരം അങ്ങ് ബീറ്റ് ചെയ്യണ്ട. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയ കളർ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കേക്കിന് നല്ല കളർ വേണമല്ലോ, അത് കാരണം ഒരു 1/2 ടീസ്പൂണോളം ആദ്യം ഒഴിച്ച് കൊടുക്കാം. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള കളറിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് അളവിൽ വ്യത്യാസം വരും. ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂണാണ് ചേർത്തേക്കണത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചില്ലേ മൈദയുടെ മിക്സ്, അത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. 3-4 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒത്തിരി അങ്ങ് കുത്തി ഇളക്കണ്ട, പതുക്കെ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. ലാസ്റ്റ് ബാച്ച് ഇട്ട് കൊടുത്തു. അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. മൈദയുടെ മിക്സും എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്ക് ട്രേ ഒന്ന് റെഡിയാക്കി എടുക്കാം. ട്രേ ഒന്ന് ഗ്രീസ് ചെയ്യണം. കുറച്ച് ഓയിൽ കൊണ്ട് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. സൈഡിലൊക്കെ നന്നായിട്ട് ഗ്രീസ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്കൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ നന്നായിട്ട് ഗ്രീസ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മുടെ ബാറ്ററിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. കേക്ക് ട്രേയിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. 1 ടീസ്പൂൺ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒരു ടൂത്ത് പിക്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം.
നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യണം. ഞാനിവിടെ ഒരു അലുമിനിയം പാത്രത്തിലാണ് ബേക്ക് ചെയ്യണത്. അതൊരു 10 മിനിറ്റ് മുമ്പ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കേക്ക് ടിന്ന് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. പാത്രത്തിൻ്റെ അകത്തൊരു റിങ്ങും വെച്ചിട്ടുണ്ട്. നമ്മുടെ കേക്ക് ടിന്ന് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 30 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ്. കേക്കിന് നല്ലൊരു സ്മെല്ല് വരും, അതൊന്ന് ശ്രദ്ധിച്ചോണം. ഓരോരുത്തരുടെ ഗ്യാസിൻ്റെ ഫ്ലെയിമിനനുസരിച്ച് ബേക്കിംഗ് ടൈം വ്യത്യാസം വരും. ചിലപ്പോൾ ഒരു 45 മിനിറ്റ് വരെ ആകും. 30 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കതൊന്ന് തുറന്നു നോക്കാം. അപ്പം ഞാനിത് അടച്ചു വെച്ച് കൊടുക്കുവാണ്. അപ്പം നമ്മുടെ കേക്ക് വെച്ചിട്ടൊരു 45 മിനിറ്റ് ആയിട്ടുണ്ട്. 30 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നു നോക്കിയപ്പോൾ വെന്തിട്ടില്ലായിരുന്നു. ഇപ്പം നല്ല സ്മെല്ലൊക്കെ വരണുണ്ട്, വെന്തിട്ടുണ്ടാകും. നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ കേക്ക് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കാം എന്തോന്ന്. ഒന്നും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല, വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളിയിലെടുത്ത് വെക്കാം. തണുത്തിട്ട് വേണം ഡീമോൾഡ് ചെയ്യാൻ. അപ്പോൾ ഞാനിത് വെളിയിലെടുത്ത് വെക്കട്ടെ. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്രീം ചീസ് ഉണ്ടാക്കണം. അത് വളരെ എളുപ്പമാണ്. ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കാം. പാലെടുക്കുമ്പോൾ കട്ടിയുള്ള പാലെടുക്കണം, ഫുൾ ഫാറ്റ് മിൽക്ക്. പാലൊഴിച്ച് കൊടുക്കുവാണേ. നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. തീ കത്തിച്ച് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ പാല് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ കുറച്ച് വയ്ക്കാം. നമുക്കിതിലേക്ക് കുറച്ച് നാരങ്ങ നീരോ അതും അല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്ത് നമ്മുടെ പാൽ നന്നായിട്ടൊന്ന് പിരിയിച്ചെടുക്കണം. ഞാനിവിടെ നാരങ്ങ നീരാണ് യൂസ് ചെയ്യണത്. നമുക്ക് കുറേശ്ശെയായിട്ട് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം. ആദ്യം 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് നോക്കാം. ചെറുതായിട്ടൊന്ന് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ച് കൊടുക്കുവാണേ. ഇതാ നന്നായിട്ട് പിരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കുവാണേ. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതാ പാലും വെള്ളവും കൂടെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതാ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു അരിപ്പയും വെച്ചിട്ടുണ്ട്. നമുക്കൊരു വെള്ള തുണി ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ പാല് പിരിയിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ ചുരുട്ടിയെടുക്കുക. എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോകണം. അപ്പോൾ അതാ വെള്ളമയമൊക്കെ മാറിയിട്ടുണ്ട്. ചൂടൊന്ന് ആറിയ ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കൊരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 2 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തീ കത്തിച്ച് കൊടുത്തു. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിനേടെ ചൂട് നന്നായിട്ടൊന്ന് ആറണം. അപ്പോൾ ഇത് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ പാല് പിരിയിച്ച് വെച്ചില്ലേ ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടിയിട്ട്, അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതൊരു മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസ്, 2 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല ക്രീമി ആയിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതാ നമ്മുടെ ക്രീം ചീസ് റെഡിയാണ്. നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് തന്നെ മാറ്റാം. ക്രീമൊക്കെ ഒന്ന് അടിച്ചെടുക്കുമ്പോഴത്തേനും നന്നായിട്ട് തണുത്ത് വന്നോളൂ. അപ്പം ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുവാണേ. ഇനി നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബൗളും അതേപോലെ തന്നെ ബീറ്ററിൻ്റെ ബ്ലേഡും ഞാൻ 2 മണിക്കൂർ മുമ്പ് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1.5 കപ്പോളം വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കണത്. അതിൽ ഓൾറെഡി മധുരം ഉണ്ട് കേട്ടോ. 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുകയാണ്.
വിപ്പിംഗ് ക്രീം എങ്ങനെ കറക്റ്റായിട്ട് വിപ്പ് ചെയ്യാന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. നമുക്ക് നമ്മുടെ ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ ക്രീം നന്നായിട്ട് സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമ്മുടെ ക്രീം ചീസ് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചില്ലേ, അത് ക്രീം ചീസ് ചേർത്ത് കൊടുക്കുവാണേ. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ക്രീം ചീസും കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തു. ഇതിന് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. നമ്മുടെ കേക്കിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇത് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. കത്തി സൈഡിലൂടെ ഒന്ന് ഓടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാ നമ്മുടെ കേക്ക് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യണം. മുകൾ ഭാഗം കുറച്ചൊന്ന് പൊന്തിയിരിപ്പുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്തെടുത്ത് മാറ്റാം. ഇപ്പോൾ മുകൾ ഭാഗം ഒന്ന് ലെവലാക്കി കൊടുത്തു. ഇനി നമുക്ക് 3ആയിട്ട് കട്ട് ചെയ്യണം. ഇതാ ഒരു പീസ് എടുത്ത് മാറ്റി. ഇതാ നമ്മുടെ 3 പീസും 3 പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ 3 പീസ് കേക്കിലേക്കും നമ്മൾ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ഷുഗർ സിറപ്പ് എല്ലാ കേക്ക് പീസിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലെയർ ചെയ്യാം. ഇതാ ഞാനൊരു ടേൺ ടേബിളിൻ്റെ മുകളിൽ കേക്കിൻ്റെ ഒരു ബോർഡ് വച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ക്രീം ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ ആദ്യം കട്ട് ചെയ്ത ലെയർ ആദ്യം വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ക്രീം വെച്ച് കൊടുക്കാം. ആദ്യത്തെ ലെയറിൽ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ക്രീം വെച്ച് കൊടുക്കാം. ഇനി ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ടും ക്രീം വെച്ച് കൊടുക്കാം. സൈഡൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. സൈഡിലേക്കൊന്ന് ക്രീം വെച്ച് കൊടുക്കുവാണ്. സൈഡിലും ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇപ്പം ജസ്റ്റ് ഒന്ന് ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് കുറച്ച് നേരം ഫ്രീസറിൽ വെക്കാം, ഒരു 10 മിനിറ്റ്. അപ്പോഴേക്കും നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വന്നോളും. അപ്പം നമ്മൾ ക്രീം ചീസൊക്കെ ചേർത്ത കാരണം കുറച്ചൊന്ന് മെൽറ്റായിട്ട് വരുന്നുണ്ട്. അപ്പം ഞാനിതൊരു 10 മിനിറ്റ് ഫ്രീസറിൽ വെക്കട്ടെ. ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചില്ലേ കേക്കിൻ്റെ പീസസ്, അത് ഫ്രീസറിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിക്കുക. അപ്പം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഞാനിത് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതാ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അതാ ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് വെളിയിലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഫിനിഷിങ് കൂടെ ചെയ്യാം. കുറച്ചുകൂടി ക്രീം വെച്ച് കൊടുക്കാം. സൈഡിലൊക്കെ കുറച്ചുകൂടി ക്രീം വെച്ച് കൊടുക്കണം.
ഒരു സ്ക്രേപ്പർ വെച്ച് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് അത്യാവശ്യം നന്നായിട്ട് ലെവലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഞാൻ ചെയ്യുന്നത് നമ്മൾ പൊടിച്ചു വെച്ചില്ലേ കുറച്ച് കേക്കിൻ്റെ ബാലൻസ് ഉള്ളത്, അത് കുറച്ചൊന്ന് തൂവി കൊടുക്കുന്നുണ്ട്. ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ കേക്ക് വെച്ചിട്ടുണ്ട്. നമ്മുടെ കേക്ക് പൊടിച്ചത് ജസ്റ്റ് ഒന്ന് എറിഞ്ഞെറിഞ്ഞിട്ട് കൊടുക്കാം, ചെറുതായിട്ടൊരു ഡിസൈൻ. കുറച്ച് മുകളിലും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിൽ എന്തെങ്കിലും ഫ്ലവറൊക്കെ വരച്ച് കൊടുക്കാം. ഞാനൊരു പൈപ്പിംഗ് ബാഗിൽ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഫ്ലവർ വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വയ്ക്കണം. തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ പോവുകയാണേ. അപ്പോൾ അതാ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഇതാ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ വരും, അതും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.